രൂപതയുടെ പാലായുടെ ആദ്യത്തെ മെത്രാനായിരുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനി മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് റോമിൽ വെച്ചാണ്. ഈ സെന്റ് തെരേസാസ് ദേവാലയത്തിൽ വെച്ചാണ്. അവിലായിലെ അമ്മത്രേസ്യയുടെ പേരിലുള്ള വലിയൊരു ബസിലിക്കയാണത്. അപ്പം ഞാൻ പാലായുടെ ശുശ്രൂഷകനായിട്ട് വന്ന നാൾ മുതൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, പിതാവ് മെത്രാനായിട്ട് നിയോഗിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ആ സ്ഥലത്ത് പോയി ഒരു കുർബാന ചെല്ലണമെന്ന്. പ്ലാറ്റിനം ജൂബിലിയിലേക്ക് വരുമ്പോൾ വയലിൽ പിതാവിനെ ഓർക്കുവാനും ആ ദേവാലയത്തെ ഓർക്കുവാനും സർവോപരി പിതാവിന് മേലധ്യക്ഷ തിരുപ്പട്ടം കൊടുത്തയാള് കർദിനാൾ ടിസറന്റ് തിരുമേനിയാണ്. അദ്ദേഹം വലിയ ലോകപ്രസിദ്ധനായ ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തെ കേരളത്തിലും എല്ലാവർക്കും താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, ഐ ലവ് യു ബിക്കോസ് ഐ നോ യുവർ ഹിസ്റ്ററി. നിങ്ങളുടെ ചരിത്രം എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ സഭയെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത്. ടിസറന്റ് തിരുമേനിയുടെ കൂട്ടത്തിലെ സഹകാർമ്മികരായിട്ട് അന്നുണ്ടായിരുന്നത് കൊല്ലം രൂപതയുടെ മെത്രാൻ ജെറോം തിരുമേനിയും കോട്ടയം രൂപതയുടെ അധ്യക്ഷൻ തറയിൽ തിരുമേനിയുമായിരുന്നു. അതും വലിയൊരു ഹിസ്റ്റോറിക്കൽ കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ആ ഒരു തുടർച്ചയിൽ ഞാൻ വയലിൽ പിതാവിൻ്റെ തുടർച്ചയിൽ പള്ളിക്കാപ്പുറം പിതാവിന് ശേഷം നിൽക്കുന്നയാളെന്ന നിലയ്ക്ക് ഈ രൂപത 75 വർഷങ്ങൾ ആകുമ്പോൾ ഞാൻ കരുതി അവിടെ പോയി ഒരു പരിശോധന അർപ്പിച്ച് ഇടയലേഖനം എഴുതാം. ഞാൻ ആ ലേഖനത്തിൽ ഒരു സെൽഫ് ഓഡിറ്റിംഗ് പോലെയുള്ള ഒരു രീതിയിലാണ് ഞാനതിനെ രൂപീകരിച്ചതും ക്രമവൽക്കരിച്ചതുമെല്ലാം. ഞാൻ 3-4 ദിവസം എടുത്ത് എഴുതിയതാണ്. അതിവിടെ പള്ളികളിൽ വായിച്ചു. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകരായിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആളുകളെയെല്ലാം ഓർത്തുകൊണ്ടുള്ള ഒരു ചിന്തയായിരുന്നു അത്. അതിൻ്റെ 80ാമത്തെ ഇടയലേഖനമാണ്. അപ്പോൾ ആ ഒരു കൺസേണാണ് വയലിൽ പിതാവിൻ്റെ ഓർമ്മ. പ്രത്യേകിച്ച് നമ്മുടെ രൂപതയിൽ സാധാരണക്കാർക്ക് ഇത് അറിയാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പിതാവ് എവിടെയാണ് മെത്രാനായി അഭിഷേകം ചെയ്തത്, ആരാണ് പട്ടം കൊടുത്തത്, സഹകാർമ്മികരാരായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു അറിവിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അങ്ങനെ ഈ രൂപതയിലെ ആളുകളെ വിശ്വാസത്തിൽ അടപ്പെടുത്താനും വയലിൽ പിതാവിൽ തുടങ്ങി ഈ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിലേക്കുള്ള ചിന്തകൾ കൊടുക്കാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ രൂപീകരിച്ചത്.